ഗേൾസിന്റെ ഫാഷൻ മിസ്റ്റേക്കിനെ കുറിച്ചിട്ടുള്ളതാണ്. നമുക്ക് അറിയാം ഫാഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഡ്രസ്സിങ് കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ കോൺഫിഡൻസ് ഉണ്ട്, അതിൽ പല ഏറെ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഓരോ ഫാഷൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അവര് എങ്ങനെയാണോ ഡ്രസ്സ് ഇടുന്നത് ഓരോരുത്തരുടെ സ്റ്റൈലാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ഈ പറയുന്ന കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സിങ് എലഗന്റ് ആക്കാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒത്തിരിയേറെ പേര് തന്നെ ഈ ഒരു മിസ്റ്റേക്സ് ഒക്കെ വരുത്തുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ. ഞാൻ ഒരാളുടെയും മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ മാത്രം വളർന്നിട്ടൊന്നുമില്ല, ജഡ്ജ് ചെയ്യാനും വളർന്നിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ എലഗന്റ് ആയിട്ട് ഡ്രസ് ചെയ്യാം അത് മാത്രമാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നായിട്ട് നമ്മുടെ ഡ്രില്ല് പറയാണ്ടിരിക്കാൻ പറ്റും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. എന്റെ ഇൻസ്റ്റാഗ്രാമും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ഈ കാണുന്നതാണ് എന്റെ ഇൻസ്റ്റാഗ്രാം ഫീഡ്, ഇതാണ് എന്റെ ഐഡി കേട്ടോ. അപ്പൊ എന്തായാലും ഒന്ന് ഫോളോ ചെയ്തേക്കാം. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. ഫസ്റ്റ് ഫാഷൻ മിസ്റ്റേക്ക് ആണ് നമ്മൾ ബോൾഡ് ആയിട്ടുള്ള പ്രിന്റഡ് കുർത്തയുടെ കൂടെ ബോൾഡ് ആയിട്ടുള്ള പ്രിന്റ് ഉള്ള സ്കാർഫ് അല്ലെങ്കിൽ സ്റ്റോൾ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ കേരള ഗേൾസ് മാത്രമല്ല, ഒട്ടുമിക്ക ഗേൾസിന്റെയും ഫാഷൻ മിസ്റ്റേക്ക് ആയിട്ട് നമുക്കിത് പറയാവുന്നതാണ്. ഒത്തിരി പ്രിന്റ് ആയിട്ടുള്ള കുർത്താസ് വരാൻ നേരത്ത് മിനിമൽ ആയിട്ടുള്ള സ്കാർഫ് ആഡ് ചെയ്യാൻ നോക്കുക. അതും സ്കാർഫ് ആഡ് ചെയ്യുമ്പോൾ ഇത്തിരി എലഗന്റ് ലുക്ക് കിട്ടണമെങ്കിൽ ജസ്റ്റ് സിൽക്കിന്റെ സ്കാർഫ് അല്ലെങ്കിൽ സാറ്റൺ ആ ഒരു മെറ്റീരിയൽ ഉള്ള സ്കാർഫ് ആണ് നിങ്ങൾ ആഡ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി ലുക്ക് ഉണ്ടാകും. ആ ഒരു പ്രിന്റഡ് ആ ഒരു സിൽക്കിന്റെ സ്കാർഫ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ ജസ്റ്റ് സാറ്റന്റെ സ്കാർഫ് ആണെങ്കിലും ജസ്റ്റ് അത് കെട്ടി നോട്ട് ചെയ്ത് ബോ പോലെയൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ ഇത്രൂടി എലഗന്റ് ലുക്ക് ഉണ്ടാവും. സാധാരണ എല്ലാവരും ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ ഒരു സ്കാർഫ് എടുത്തിട്ട് കഴുത്തിൽ കൂടി തോന്നണ പോലെ അങ്ങ് റാപ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യരുത്. പകരം നിങ്ങൾ നല്ല ബോ ആക്കി വൃത്തിയിൽ വെക്കുകയാണെങ്കിൽ അതിനോട് എലഗന്റ് ആയിട്ടുള്ള ഒരു ഭംഗി ഉണ്ടാവും. സെക്കൻഡ് മിസ്റ്റേക്ക് ആണ് ഓവർ ഓയിലിംഗ് എന്നുള്ളത്. എല്ലാവരും ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്ക് ആണ്. ഇപ്പൊ കേരള ഗേൾസ് മാത്രമല്ല, എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് പൊതുവെ ഓവർ ആയിട്ട് ഓയിൽ ചെയ്യാന്നുള്ളത്. നമ്മുടെ കേരളത്തിലാകുമ്പോൾ പ്രത്യേകിച്ച് ഒരു വെളിച്ചെണ്ണയോട് പ്രത്യേകം പ്രിയം കൂടുതലാണ്. അപ്പം വെളിച്ചെണ്ണ തേച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങും. ഇത് ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആണ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഈ പുറത്തേക്ക് ഈ ഓയിൽ തേച്ച് ഇറങ്ങാൻ നേരത്ത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ നമ്മുടെ അബ്സോർബ് ചെയ്യും നമ്മുടെ ഹെയർ. അപ്പോഴത്തേക്കും അത് ഫ്രിസി ആവാനായിട്ട് വളരെ സാധ്യത കൂടുതലാണ്. ഹെയർ ഡാമേജ് ആവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് കഴിവതും ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് സിറംസ് അപ്ലൈ ചെയ്യാന്നുള്ളത്. ഹെയർ സിറംസ് കിട്ടും, ഒത്തിരിയേറെ ഹെയർ സിറംസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് ആഡ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഷൈൻ നമ്മുടെ ഹെയറിന് വരികയും ചെയ്യും. എന്നാൽ തന്നെ ആ ഒരു ഓയിൽ ഇട്ട പോലെ ആ ഒരു പശപ്പ് ഉണ്ടാവില്ല മുടിക്ക്. അപ്പോൾ നിങ്ങൾക്ക് അത് എന്തായാലും ട്രൈ ചെയ്യാവുന്നതാണ്. സിറം അപ്ലൈ ചെയ്യുക ഓയിലിന് പകരം. ഇപ്പോൾ ഓയിൽ ഇടുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അത് കുറച്ച് നേരം തേച്ച് ഇരുന്നിട്ട് അത് വാഷ് ചെയ്ത് കളയുക. ഷാംപൂ വാഷ് മസ്റ്റ് ആയിട്ട് ചെയ്യുക. ഷാംപൂ ചെയ്തതിന് ശേഷം കണ്ടീഷണർ ചെയ്ത് നന്നായിട്ട് തന്നെ ക്ലീൻ ആക്കി ഹെയർ വെക്കുക. തേർഡ് മിസ്റ്റേക്ക് ആണ് ലെഗിൻസിന്റെ കൂടെ ഷോർട്ട് ആയിട്ടുള്ള ടോപ്പ് ഇടുന്നത്. നമ്മൾ മിക്കവാറും ലേസി ആയിട്ടുള്ള ദിവസങ്ങളിൽ ചെയ്യണ ഒരു പരിപാടിയാണ്. ജസ്റ്റ് ലെഗിൻസ് എടുത്തിടും, അതിന്റെ കൂടെ ഒരു ഷോർട്ട് ആയിട്ടുള്ള ടോപ്പ് എടുത്തിടും. പക്ഷെ ഇത് പണി കിട്ടുന്ന എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പോയിന്റ്. നമ്മൾ വെയിലത്തോട്ട് ഇറങ്ങാൻ നേരത്താണ് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് പണി തരുന്നത്. ഈ സൂര്യന്റെ വെളിച്ചം വന്നടിച്ചിട്ട് സ്കിന്ന് ഭയങ്കരമായിട്ട് കാണും, ലെഗിൻസ് കിടന്ന് തിളങ്ങും. ഇത് മിക്കവാറും എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ്. നമുക്ക് സമയക്കുറവ് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിലും അത് മറ്റുള്ളവർ കാണാൻ നേരത്ത് അതൊരു എന്നുള്ള ഫീലിംഗ് ആണ്. നമുക്കത് ശ്രദ്ധിക്കില്ല, നമ്മൾ അറിയത്തൂല. നമുക്ക് ഇങ്ങനെ കാണാൻ നേരം നമുക്കത് ഒട്ടും കാണാൻ പറ്റില്ല. സ്കിന്ന് കാണുന്നത് കാണാൻ പറ്റില്ല, ലെഗിൻസ് ഇങ്ങനെ ഷൈൻ ചെയ്യുന്ന ഒന്നും കാണാൻ പറ്റില്ല. പകരം പുറത്തുനിന്നുള്ള ഒരാൾ നോക്കുകയാണെങ്കിൽ ശരിക്കും അത് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അതൊരു ഓക്വേർഡ് സിറ്റുവേഷനിലേക്കാണ് അത് പോകുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആ സമയത്ത് ഈ ലെഗിൻസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ജെഗിൻസ് ഓപ്റ്റ് ചെയ്യാം. ഇത്തിരി കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ജെഗിൻസ്. ജെഗിൻസിന്റെ കൂടെ അല്ലെങ്കിൽ ജസ്റ്റ് ജീൻസിന്റെ കൂടെ നിങ്ങൾക്ക് ടീഷർട്ട് വെയർ ചെയ്യാം. അപ്പൊ ഇതാണ് ഒരു എലഗന്റ് ആയിട്ടുള്ള സ്റ്റൈൽ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒരു കുഞ്ഞു മിസ്റ്റേക്ക് ആണെങ്കിലും അത് ഒരു ഓക്വേർഡ് ഫീലിലേക്ക് നമുക്കത് പിന്നെ തോന്നും. നെക്സ്റ്റ് മിസ്റ്റേക്ക് ആണ് നമ്മൾ ആക്സറീസ് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാത്തത്. മിക്കവാറും നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യമാണ്. ചെറിയൊരു കാര്യം എന്ന് വിചാരിച്ച് നമ്മൾ വിട്ട് കളയുന്ന കാര്യമാണ്. നമ്മൾ മോഡേൺ ഡ്രസ്സിന്റെ കൂടെ ട്രഡീഷണൽ ആക്സറീസും ഇടും. ട്രഡീഷണൽ വെയറിന്റെ കൂടെ നമ്മൾ മോഡേൺ ആയിട്ടുള്ള ആക്സറീസും ചൂസ് ചെയ്യും. ഇത് വലിയൊരു മിസ്റ്റേക്ക് ആണ്. ജസ്റ്റ് നമുക്കൊരു ഫുൾ ആ ഒരു എലഗന്റ് ആയിട്ട് ഫുൾ ഡ്രസ്സിങ് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ആക്സറീസ് ചൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഈ ഒരു ഡ്രസ്സിന്റെ കൂടെ ഒരു ചോക്കർ, അതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള കുന്തൻ ചോക്കർ ഇട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഒരു പ്രത്യേക ഒരു ഫീൽ ആണ് അല്ലേ? അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ആക്സറീസ് കൊടുക്കുക. ഇപ്പൊ നമ്മൾ ഒരു ലെഹങ്കയൊക്കെയാണ് ഇടുന്നതെങ്കിൽ അതിന്റെ കൂടെ കുന്തനായിട്ടുള്ള ആക്സറീസ്, ആ ഒരു ട്രഡീഷണൽ കൈൻഡ് ഓഫ് ആക്സറീസ് ചൂസ് ചെയ്യുക. പകരം നിങ്ങൾ ഇങ്ങനത്തെ ജെം സ്യൂട്ട് അതുപോലെ മോഡേൺ ആയിട്ടുള്ള വെയർ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, അതിൻ്റെതായിട്ടുള്ള രീതിക്കുള്ള ആക്സറീസ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ജുംകാസ് കാര്യങ്ങളൊക്കെ നമ്മൾ വെറുതെ എടുത്തിട്ട് ഓരോന്നിന്റെയും കൂടെ വെയർ ചെയ്യും. നമ്മൾ ചിലവർ ഞാൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ഒരു കുർത്താസ് ആണ് ഇടുന്നത്, കുർത്തയും ജീൻസും കൂടി ആണെങ്കിൽ അപ്പോൾ ജുംകാസ് വെയർ ചെയ്യും. അപ്പം അതൊക്കെ ഫാഷൻ മിസ്റ്റേക്സ് ആണ്. പകരം നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ആക്സറീസ് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്
എല്ലാവരും ഫ്രീക്ക് അടിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ റീസെന്റ് ആയിട്ടാണ് ഈ ഒരു ഫാഷൻ വന്നേക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ജസ്റ്റ് കോളർ ബട്ടൺ ഇട്ടിട്ട് ബാക്കി എല്ലാ ബട്ടൺസും നമ്മൾ അഴിച്ചിടും. എന്നിട്ട് ഇന്നർ എന്തെങ്കിലും ഉണ്ടാകും, ജസ്റ്റ് ഈ ഒരു ബട്ടൺ മാത്രം ഷർട്ടിന്റെ ഇട്ടിട്ട് ബാക്കി എല്ലാ ബട്ടൺസും നമ്മൾ ഓപ്പൺ ചെയ്തിടും. ഇത് നമ്മൾ ഫ്രീക്ക് അടിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഒത്തിരിയേറെ ഫോട്ടോഷൂട്ട്സിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ഓരോ പേജസ് ഒക്കെ എടുത്ത് നോക്കാൻ നേരത്ത് കാണുന്ന ഒരു മിസ്റ്റേക്ക് ആണിത്. ജസ്റ്റ് അത് എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എലഗന്റ് ആയിട്ടുള്ള സ്റ്റൈൽ അല്ല അത്. ജസ്റ്റ് ഇവിടെ ഒരു ബട്ടൺ മാത്രം ഇട്ടിട്ട് ബാക്കി ഫുൾ ബട്ടൺ താഴത്തെ വരെയുള്ള ബട്ടൺ തുറന്നിടും. ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. ഒരു 16-17 ഏജസിലൊക്കെയാണ് ഇത് ചെയ്തേക്കുന്നത് ഞാൻ കണ്ടേക്കുന്നത് കേട്ടോ. ഒത്തിരി പേര് ഇങ്ങനത്തെ ഒരു ഫാഷൻ അഡോപ്റ്റ് ചെയ്യുന്ന കണ്ടേക്കുന്നത്. ഇത് ചെയ്യരുത്, വലിയൊരു ഫാഷൻ മിസ്റ്റേക്ക് ആണ്. ആ ഒരു ഡ്രസ്സിന്റെ ഫുൾ ഔട്ട്ഫിറ്റിന്റെ ഒരു ഭംഗിയിൽ അത് റൂയിൻ ചെയ്യും. അപ്പോൾ നല്ല ഭംഗിയിൽ നിങ്ങൾ ഫുൾ ബട്ടൺ ഇടുക, അല്ലെങ്കിൽ അത് ജസ്റ്റ് ഇൻ ചെയ്തിടുക. അതാണ് അതിൻ്റെതായിട്ടുള്ള ഒരു എലഗന്റ് വേ എന്ന് പറയുന്നത്. നിങ്ങളത് ചെയ്യാണ്ടിരിക്കുക. മസ്റ്റ് ആയിട്ടും നിങ്ങൾ ഇൻ ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് നല്ല ഭംഗിയിൽ ഷർട്ടൊക്കെ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് അതിൻ്റെതായ രീതിയിൽ ചെയ്യാം. നെക്സ്റ്റ് ആയിട്ടുള്ള കേരള ഗേൾസിന്റെ മിസ്റ്റേക്സ് ആണ്. നമ്മൾ കറക്റ്റ് ആയിട്ടല്ല ഒരിക്കലും ഹെയർ സ്റ്റൈൽസ് ചൂസ് ചെയ്യുന്നത്. നമുക്കൊരു ഹെയർ സ്റ്റൈൽ ഉണ്ട്, ഒരു ക്ലാസിക് ഹെയർ സ്റ്റൈൽ ഉണ്ട് കേരളത്തിന്. വേറെ നല്ല ജസ്റ്റ് ഇവിടെ നിന്ന് എടുത്തിട്ട് കിള്ളിപ്പിന്നെ ഇടുന്ന സ്റ്റൈലാണ് ഇത്. നമ്മൾ ജീൻസിനും അതുപോലെ തന്നെ സ്റ്റൈൽ ചെയ്യും, അതുപോലെ തന്നെ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ളതിനും അതുപോലെ സ്റ്റൈൽ ചെയ്യും. അത് ചെയ്യരുത്. നമുക്ക് ഓരോ ഡ്രസ്സിങ്ങിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗി വരണമെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് ചൂസ് ചെയ്യുക. ഇപ്പൊ ജസ്റ്റ് നമ്മൾ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് പോണി ടൈൽ ജസ്റ്റ് സ്കാർഫിന്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് പോണി ടൈൽ ആയിട്ട് മാത്രം കെട്ടുക. എവിടെയെങ്കിലും നല്ല ഭംഗിയിൽ കേൾ ചെയ്തൊക്കെ ഇടാണെങ്കിൽ ഭംഗി ഉണ്ടാവും. ഹെയർ കേൾ ചെയ്തിടാണെങ്കിൽ ഇത്തിരി ഭംഗി ഉണ്ടാവും മോഡേൺ ഡ്രസ്സിന്റെ കൂടെ. പകരം നിങ്ങൾ ട്രഡീഷണൽ ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ കിള്ളിപ്പിന്നിടുക, അങ്ങനെ എന്തോലെ പറയുന്നത്, നാലെടുത്ത് കേട്ടെ. ഇങ്ങനെ ഒത്തിരി ഏറെ പഴമ വാക്കുകളുണ്ട് ഇതിന്. അപ്പൊ അതുപോലെ നിങ്ങളൊന്ന് ഹെയർ സ്റ്റൈൽസ് ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ചില സമയങ്ങളിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വെയറിന് നിങ്ങൾക്ക് ഫ്യൂഷൻ ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് യൂസ് ചെയ്യാം. അപ്പോൾ ബണ്ണൊക്കെ കെട്ടുന്നത് പക്ക ഒരു ഫ്യൂഷൻ സ്റ്റൈലിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധ്യതയുണ്ട്. പകരം നിങ്ങൾ മോഡേൺ ആയിട്ടാണ് നിങ്ങൾ ഡ്രസ്സ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള പോണി ടെയിൽസ്, അതുപോലെ മുടി നന്നായിട്ട് സ്ട്രെയിറ്റ് ചെയ്തിടുക, അതുപോലെ കേൾ ചെയ്തിടുക, ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് നിങ്ങൾക്ക് പരീക്ഷിക്കാം. അടുത്ത ഒരു ഫാഷൻ മിസ്റ്റേക്ക് ആണ്, നമ്മൾ എല്ലാ ഔട്ട്ഫിറ്റ്സിന്റെയും കൂടെ ഒരു കുഞ്ഞു പൊട്ട് നിർബന്ധമാണ് കേട്ടോ. അത് ഞാൻ കേരളത്തിലാണ് കൂടുതലായിട്ടും കണ്ടേക്കുന്നത്. എന്റെ ഫ്രണ്ട്സ് മിക്കവാറും ചെയ്യാറുണ്ട്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യല്ലേ എന്നുള്ളത്. ഓൾമോസ്റ്റ് നല്ല ഭംഗിയിൽ ഫുൾ ഔട്ട്ഫിറ്റ് കംപ്ലീറ്റ് ചെയ്യും. ഹെയർ മുതൽ എല്ലാം ടോപ്പ് ടു ബോട്ടം അടിപൊളിയായിരിക്കും. പക്ഷേ ഈ ഒരു കുഞ്ഞു പൊട്ട് നിർബന്ധമാണ്. നിങ്ങൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും താഴത്ത് കമന്റ് ചെയ്യാൻ. നിങ്ങളുടെ ഫ്രണ്ട്സും ഇങ്ങനെ തന്നെ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അതൊരു ഫാഷൻ മിസ്റ്റേക്ക് ആണ്. നമ്മൾ ഒരു ഇന്ത്യൻ എത്നിക് വെയർ ഇടാൻ നേരത്താണ് അപ്പോഴാണ് ഈ ഒരു പൊട്ടിന്റെ ഭംഗി ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുക. പകരം നിങ്ങൾ ഒരു മോഡേൺ ഡ്രസ്സിന്റെ കൂടെ ഈ ഒരു പൊട്ട് ഇടുകയാണെങ്കിൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ല. അതിന് മൊത്തത്തിൽ ആ ഒരു ഔട്ട്ഫിറ്റിനെ റൂയിൻ ചെയ്യും. അപ്പൊ നിങ്ങൾ അത് ഇന്ത്യൻ വെയറിന്റെ കൂടെ മാത്രം ഇങ്ങനത്തെ പൊട്ട് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. വെസ്റ്റേൺ വെയറിന്റെ കൂടെ ഇതൊക്കെ ഒഴിവാക്കുക. ജസ്റ്റ് ഒരു മസ്കാര ഇട്ടിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഐ മേക്കപ്പ് കൊടുത്തിട്ട് മാത്രം നിങ്ങൾ മോഡേൺ വെയർ ഒക്കെ ഇടുക. അടുത്ത മിസ്റ്റേക്ക് ആണ് ബ്ലിങ് ആയിട്ടുള്ള ജ്വല്ലറീസ് ചൂസ് ചെയ്യാന്നുള്ളത്. ഒത്തിരി പേര് ഭയങ്കരമായിട്ട് ബ്ലിങ് ആയിട്ടുള്ള അക്സറീസ് ഇഷ്ടപ്പെടുന്നവരാണ്. അത് നമ്മുടെ ഔട്ട്ഫിറ്റിനെ തന്നെ റൂയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പകരം നിങ്ങൾക്ക് യൂസ് ചെയ്യാം ജസ്റ്റ് മിനിമൽ ആയിട്ടുള്ള ഗോൾഡ് ജ്വല്ലറീസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതും ഓവർ ആയിട്ട് ഭയങ്കര മഞ്ഞ കൂടിയ ഗോൾഡ് അല്ലാണ്ട് ജസ്റ്റ് ഒരു സട്ടിൽ ആയിട്ടുള്ള ഗോൾഡ് കളർ ചൂസ് ചെയ്യാം. നിങ്ങൾ ഇത്തിരി ഡാർക്കർ കോംപ്ലക്ഷൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഗോൾഡ് ജ്വല്ലറീസ് തിരഞ്ഞെടുക്കുമ്പോഴും മഞ്ഞ അധികം ഇല്ലാത്ത ജ്വല്ലറീസ് തിരഞ്ഞെടുക്കട്ടെ. അത് ഇത്തിരി ഭംഗി ഉണ്ടാകും. പിന്നെ ഒത്തിരി ഏറെ പേര് ഡയമണ്ട് പോലെ ഇരിക്കുന്ന ഇമിറ്റേഷൻ ജ്വല്ലറീസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അത് കഴിവതും ഒഴിവാക്കുക. പകരം അങ്ങനത്തെ ഇമിറ്റേഷൻ ജ്വല്ലറീസ് ആണെങ്കിൽ തന്നെ ചെറിയ സൈസ് തിരഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് ബ്ലിങ് ആണ് എപ്പോഴും ഭംഗി. ഓവർ ആയിട്ട് ബ്ലിങ് ചെയ്യുന്ന ജ്വല്ലറീസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്ഫിറ്റിനെ തന്നെ റൂയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും പറഞ്ഞ ഫാഷൻ മിസ്റ്റേക്സും ഞാൻ എന്റെ ഒബ്സർവേഷനിൽ നിന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എന്റെ ഫ്രണ്ട്സ് ഞാൻ ചെയ്യുന്നുണ്ട്, റിലേറ്റീവ്സ് ചെയ്യുന്നുണ്ട്, അടുത്തറിയാവുന്ന ലേഡീസ് ഞാൻ ഇത് ചെയ്യുന്നുണ്ട്. ഒത്തിരി ഈ മിസ്റ്റേക്സ് ചെയ്ത് കണ്ടേക്കുന്നത് നമ്മുടെ കേരള ഗേൾസ് ആണ്. വെച്ചാൽ അറിയാലോ, കോക്കനട്ട് ഓയിൽ തലയിലിടുന്നതും അതുപോലെ തന്നെ ഇങ്ങനത്തെ പൊട്ടുകളൊക്കെ വെക്കുന്നത് കൂടുതലും നമ്മൾ കേരള ഗേൾസ് ആണ്. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ടിപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴത്ത് കമന്റ് ചെയ്യുക. ഒത്തിരി പേര് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ താഴത്ത് കമന്റ് ചെയ്യുക. ഈ മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾക്കും മിസ്റ്റേക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിരുത്തുക. നല്ല രീതിക്ക് എലഗന്റ് ആയിട്ട് ഡ്രസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ബോളിവുഡ് ആക്ട്രസസിനെ നോക്കിയാൽ മതി. അവരെപ്പോഴും പക്കയായിട്ടായിരിക്കും ഡ്രസ്സിങ്ങും സ്റ്റൈല് കാര്യങ്ങളും. അത് വേറൊന്നും കൊണ്ടിട്ടല്ല, ഒരു ടീം ഉണ്ട് അവരുടെ പുറകിൽ. ജസ്റ്റ് ആ ഒരു ഹെയർ ചെയ്യാനും ആക്സറീസ് സെലക്ട് ചെയ്യാനും അതുപോലെ ഔട്ട്ഫിറ്റ് സെലക്ട് ചെയ്യാനൊക്കെ ഒരു ടീം ഉണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് അങ്ങനത്തെ പിക്ചേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരിയേറെ ഇൻസ്പിറേഷൻസ് കിട്ടും. അപ്പൊ അത് നിങ്ങളുടെ ഡ്രസ്സിങ്ങിലേക്ക് കുറച്ച് എലമെന്റ്സ് ഒക്കെ എടുക്കാനായിട്ട് നോക്കാൻ നിങ്ങൾക്കും എലഗന്റ് ആയിട്ട് തന്നെ ഡ്രസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ഫാഷൻ മിസ്റ്റേക്ക് വീഡിയോ, കേരള ഗേൾസിന്റെ ഫാഷൻ മിസ്റ്റേക്ക്. ഞാൻ പറയാൻ കാര്യം വേറെ ഒന്നുകൂടി പറയാം. നമ്മൾ ഈ പൊട്ടും ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കേരള ഗേൾസ് ആണ്
കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ കണ്ടേക്കുന്ന ഒത്തിരി ഇങ്ങനത്തെ ഫാഷൻ കാര്യങ്ങൾ നമ്മുടെ കേരള ഗേൾസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ അതെന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു മിസ്റ്റേക്സ് ഒക്കെ കഴിവതും അവോയ്ഡ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ.